പ്രസംഗം കഴിഞ്ഞ് പ്രസംഗം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയുകയാണ്, പ്രായമുള്ള ഒരു ചേട്ടനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഉറക്കെ പറയുകയാണ്, പിതാവേ, ഇവിടെ മലയാളം പോലും നേരെ പറഞ്ഞില്ല, പിന്നെയാണ് ലത്തീൻ. അപ്പൊ ആൾക്കാരെല്ലാം ചിരിച്ചു. പക്ഷെ അയാളോട് കൊണ്ടുവന്ന് പോയി ആൾക്കാരെല്ലാം കൂടെ. അപ്പൊ ഈ നമ്മള് പ്രസംഗത്തിനിടയിൽ ഡയലോഗ് ആവർത്തിച്ച് വന്നാൽ ആൾക്കാർ വല്ലതൊക്കെ കമന്റ് പറയും, പിന്നെ അതൊരു അലങ്കോലമാകാൻ സാധ്യതയുണ്ട്. ഏക്കാരുടെ തിരുവനന്തപുരത്ത് ഒരിക്കൽ ഞങ്ങളുടെ ആനിമൽസിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരാൾ ഇടയ്ക്ക് ആരെങ്കിലും പ്രസംഗിക്കാൻ തുടങ്ങി, പിന്നെ പോലീസ് എല്ലാം കൂടെ പൊക്കിക്കൊണ്ടുപോയി. അപ്പൊ പലപ്പോഴും പ്രസംഗത്തിനുള്ള ഒരു വേദി, ഡയലോഗിനുള്ള ഒരു വേദി ആകാതിരിക്കുന്നതാണ് പരമാവധി നല്ലത്. ചിലപ്പോൾ ഇടയ്ക്കായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാമായിരിക്കണം, എന്നിരുന്നാലും പ്രസംഗത്തിന്റെ ഒരു ഡെക്കോറം നമുക്ക് നിലനിർത്താൻ കഴിയണമെങ്കിൽ ചെറിയ രീതിയിൽ, ഒരു പക്ഷേ ഈ കുട്ടികളൊക്കെ ആണെങ്കിലും നമുക്കത് ചെയ്യാം. കുട്ടികളാണ് ഓഡിയൻസ്, നമുക്ക് നമ്മുടെ കൺട്രോൾ നിൽക്കുന്നതാണെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു സാധാരണ പൊതുവേദിയിൽ ആ ഒരു ഡയലോഗ് ഫോർമുല എന്നുള്ളത് ക്ലാസ് രൂപത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് അഭികാമ്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നത് ക്ലാസ് എടുക്കുന്ന വിധമല്ല, പ്രസംഗിക്കുന്ന വിധമാണ്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, രണ്ടാമത് ആശയ സ്വരൂപണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നമ്മുടെ ശ്വാസ പ്രക്രിയ എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ജെയ്സൺ രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു പോസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ നമ്മള് ശ്വാസം എടുത്ത് പ്രസംഗിക്കുമ്പോൾ ന്യായമായ രീതിയിൽ നമ്മുടെ ശ്വാസം ആദ്യന്തം നിലനിർത്തി പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രസംഗം സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കുവാനും ഡെലിവറി ചെയ്യാനും കഴിയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് പ്രസംഗത്തിൽ നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ശ്വസന പ്രക്രിയ നമ്മൾ സ്വായത്തമാക്കണം. അപ്പൊ നമ്മൾ ശ്വസിക്കുമ്പോൾ കഴിയുമെങ്കിൽ പ്രാണായാമം അഭ്യസിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നു. ഇപ്പൊ എല്ലാവരും പോയി പ്രാണായാമം നടത്തണം എന്നല്ല ഞാൻ പറയുന്നു. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിയുന്നതും ഈ ശ്വാസം വയറിൽ നിന്ന് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം, ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. ഒരിക്കലും നെഞ്ചിൽ നിന്ന് ശ്വാസം എടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ നാസാദ്വാരം കൊണ്ട് പറയുകയും അതല്ലെങ്കിൽ നമ്മുടെ കണ്ഠം കൊണ്ട് പറയുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ശ്വാസം എപ്പോഴും എടുക്കുന്നത് നമ്മുടെ ഉള്ളിൽ അടിവയറിൽ നിന്നായിരിക്കണം. അപ്പൊ അടിവയറിൽ നിന്ന് ശ്വാസം എടുത്ത് പ്രസംഗിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അല്പം കൂടെ ഒരു ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇവര് ശ്വാസമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പറയുന്നത്, നമ്മൾ ഒരുപക്ഷെ ശ്വാസം പിടിച്ച് അല്പസമയം സ്വസ്ഥമായി ഇരുന്ന് ശ്വാസം വിട്ട് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ പ്രസംഗത്തിന് കയറുമ്പോൾ അല്പം കൂടെ റിലാക്സ്ഡ് ആവും ബോഡി. അപ്പൊ ബോഡി റിലാക്സ്ഡ് ആയില്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിനോട് സ്വതന്ത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു നല്ലൊരു ശ്വസന പ്രക്രിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ശ്വസന പ്രക്രിയ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കാൻ കയറുമ്പോൾ തന്നെ ശ്വാസത്തിന്റെ ഇടുപ്പ് മൈക്കിലൂടെ കേൾക്കാം. അപ്പോഴും നമുക്കറിയാം ഇയാളെന്ന് വിറച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. അപ്പൊ ടെൻഷൻ പലപ്പോഴും ശ്വസന പ്രക്രിയയിലൂടെ പുറത്തു വരുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് കഴിയുന്നതും ശ്വാസത്തെ നമ്മൾ ക്രമീകരിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ചില വ്യായാമങ്ങൾ അഭ്യസിക്കുന്നതായിരിക്കും. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ പ്രാണായാമമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന 2 ലളിതമായ വ്യായാമം ഞാൻ പറയാം. ഒന്നാമത്തേത്, നമ്മൾ സാധാരണ ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് അത് പിടിച്ചു നിർത്തിയിട്ട് മറ്റേ മൂക്കിന്റെ ദ്വാരം അടയ്ക്കുക, എന്നിട്ട് അത് എതിർ നാസികയിലൂടെ പുറത്തു വിടുക, എന്നിട്ട് അതുപോലെ തിരിച്ചും അങ്ങനെ ചെയ്യുക. അങ്ങനെയുള്ള സാധാരണ പ്രക്രിയ പറയാറുണ്ട്. അതുകൂടാതെ സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ശ്വാസം മൂക്കുകൊണ്ട് എടുത്തതിന് ശേഷം ശ്വാസം പിടിച്ചു നിന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ശക്തിയോടുകൂടി, എന്നിട്ട് അത് കംപ്ലീറ്റ് ശ്വാസം പുറത്താക്കിയിട്ട് വീണ്ടും മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മൾ ശ്വാസം പിടിച്ചു നിന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെ കഴിയുന്നത് ശ്വാസം മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിടുന്നതാണ് ഈ ശ്വസന പ്രക്രിയ സുഖകരമാക്കുവാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. രണ്ടാമത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മൾ പ്രസംഗത്തിന് ഇടയ്ക്ക് നിർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, സാധാരണ നമ്മൾ പറയുമ്പോൾ ഒരു വാക്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, കോമയുണ്ട്, അതുപോലെ തന്നെ സെമിക്കോളനും കോളനും ഉണ്ട്. ഈ പൂർണ്ണ വിരാമം എന്നാണ് സാധാരണ മലയാളത്തിൽ ഫുൾ സ്റ്റോപ്പിന് പറയുന്നത്. ഒരു വാക്യം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ പൂർണ്ണ വിരാമം ഇടുന്നത്. ഇപ്പൊ പൂർണ്ണ വിരാമം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അല്പസമയം മനസ്സിൽ എണ്ണാൻ കഴിയണം. ഞാൻ പറയുന്നത് 3 പ്രാവശ്യം ഞാനിങ്ങനെ തട്ടിക്കഴിയുമ്പോഴുണ്ടാകുന്നൊരു സ്പേസ് ഇല്ലേ, അത്രയും സമയം ഒന്ന് സ്വസ്ഥമായിട്ട് നിന്നിട്ട് ആയിരിക്കണം അടുത്ത സെൻസിലേക്ക് പോകേണ്ടത്.
ഇപ്പൊ ഒരു വാക്യം നിർത്തുമ്പോൾ അല്പസമയം, ഒരു 3 പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ശ്വാസം എടുത്ത് വിടാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാകണം. അത് സെമിക്കോളനോ കോളനാണെങ്കിൽ 2 പ്രാവശ്യം മതി, കോമയാണെങ്കിൽ 1 പ്രാവശ്യം മതി. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഓരോ വാക്യങ്ങളും, വാക്യമാണെങ്കിൽ അല്പം നീട്ടി ഒരു സ്വസ്ഥതയും, അതുകൂടാതെ ഈ സെമിക്കോളനോ കോളനാണെങ്കിൽ അല്പം കുറച്ച്, കോമയാണെങ്കിൽ തീരെ കുറച്ച്, അങ്ങനെ നമ്മുടെ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് വിട്ട് പറഞ്ഞ് ശീലിച്ചാൽ മാത്രമേ നമ്മുടെ പ്രസംഗത്തിന് ആവശ്യമായ സ്പേസ് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പറയുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് പറയാൻ നമ്മൾ അഭ്യസിക്കണം. അതിനുതകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ അല്പം സ്വസ്ഥത കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ശ്വസന പ്രക്രിയ നമ്മൾ തന്നെ സ്വായത്തമാക്കണം. അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രസംഗത്തിന്റെ ശൈലിയെ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആവേശത്തോടെ പറഞ്ഞാലും നമുക്ക് 1 മണിക്കൂർ ഒരു പ്രസംഗത്തിന് അവസരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്നാലും 1 മണിക്കൂർ പ്രസംഗം ഇരിക്കത്തില്ല. എന്നിരുന്നാലും അത്രയും സമയം ഒരു വലിയ ഓഡിയൻസിൽ ഏതെങ്കിലും പ്രസംഗിക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ അത്രയും സമയം നമുക്ക് ആ ഓഡിയൻസിനെ പിടിച്ചിരുത്തുവാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ശബ്ദത്തിന്റെ ക്രമീകരണം നടത്താൻ കഴിയണമെങ്കിൽ ശരിയായ ശ്വസന പ്രക്രിയ നമ്മൾ അഭ്യസിക്കണം. ആ ശ്വസന പ്രക്രിയ അഭ്യസിച്ചാൽ മാത്രമേ നമുക്ക് അത്രയും സമയം ആൾക്കാരെ പിടിച്ചിരുത്തി അവരുടെ മുന്നിൽ ആശയത്തെ സംവേദനം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശബ്ദം ഉറക്കെ പറഞ്ഞ് പഠിക്കുക എന്നുള്ളത്. ഡയജനീസ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു പ്രസംഗകൻ, അയാൾക്ക് വിക്കുണ്ടായിരുന്നു. വിക്കുണ്ടായത് കൊണ്ട് അദ്ദേഹം കടലിന്റെ കരയിൽ ചെന്ന് നിന്നുകൊണ്ട് വായ്ക്കകത്ത് ചെറിയ ചെറിയ കല്ലുകളിട്ട് ഉറക്കെ ഉറക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗം അഭ്യസിച്ചുവെന്നും പിന്നീട് ക്രമേണ നല്ലൊരു പ്രസംഗകനായിട്ട് മാറിയെന്നും പറഞ്ഞുള്ള ഒരു ചരിത്രം പറയുന്നു. അപ്പൊ ഈ അഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് പ്രസംഗകനാകാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ശ്വസന പ്രക്രിയ അഭ്യസിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്, പ്രസംഗത്തിന് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ശ്വാസം പിടിച്ച് അല്പസമയം നിർത്തി ആ ശ്വാസത്തെ വിട്ടുകൊണ്ട് സ്വസ്ഥത ആകുവാനും റിലാക്സ് ചെയ്യാനും കഴിയും. അപ്പൊ ഈ ശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏകാഗ്രമാകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ പ്രസംഗം ഏകാഗ്രമാകുവാൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കണം. അതിലേക്ക് ഞാൻ വരികയാണ്. അത് നമ്മുടെ ആശയം വിശകലനം ചെയ്യുമ്പോൾ എങ്ങനെ ഏകാഗ്രമായ രീതിയിൽ ആശയത്തെ നമ്മൾ വിശകലനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള പോയിന്റിൽ പറയാം. അപ്പം ശ്വസനത്തിൻ്റെതായ പ്രക്രിയ ഈ പ്രാണായാമം അഭ്യസിച്ചുകൊണ്ടും ശ്വാസം എടുത്തുകൊണ്ടും പ്രസംഗം പറയാൻ വേണ്ടിയുള്ള അഭ്യാസം നടത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇനി നമ്മുടെ ആശയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആശയത്തെ സംവേദനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആശയം സംവേദനം ചെയ്യണമെങ്കിൽ നമുക്ക് ആശയം ഉണ്ടായിരിക്കണം. അപ്പൊ ആശയം ഇപ്പൊ നമുക്ക് സാധാരണ കാണാറുള്ള പ്രസംഗമാണ് ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വിഷയാധിഷ്ഠിത പ്രസംഗം. ഏതെങ്കിലും ഒരു വിഷയത്തെ അധിഷ്ഠിതമായിട്ട് പ്രസംഗിക്കുവാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ നമുക്ക് അവസരം കിട്ടും. അങ്ങനെ വിഷയാധിഷ്ഠിതമായി നമ്മൾ പ്രസംഗം നടത്തുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വിഷയം എന്നതിനെ കുറിച്ചുള്ള വ്യക്തത നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണ്, ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് ഒരു ആശയ രൂപീകരണത്തിന് സാധിക്കൂ. അപ്പൊ ഒരു വിഷയത്തിന്റെ യഥാർത്ഥമായ ആശയം എന്താണ് ഈ വിഷയം എന്നതിനെ കുറിച്ചുള്ള വ്യക്തത രൂപപ്പെടുത്തുക. അപ്പൊ ഒരാൾ നിങ്ങളോട് പ്രസംഗിക്കാൻ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താണ് ആ വിഷയം, ആ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കുക. വസ്തുനിഷ്ഠമായിട്ട് വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രസംഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് നമ്മൾ നേതൃത്വം, പരിസ്ഥിതി, ശാന്തത, സമാധാനം, ഇങ്ങനെ പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറയാം. അപ്പൊ സമാധാനത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ ഞാൻ സമാധാനത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു പ്രസംഗം പറയാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ എനിക്ക് ആ പ്രസംഗത്തില് എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അവർ പറഞ്ഞു തരും. ഉദാഹരണമായിട്ട് സമാധാനത്തെ കുറിച്ച് പറയാണ്. അപ്പൊ സമാധാനം ഇന്നിന്റെ ഒരു പ്രസക്തി എന്നുള്ള ഒരു വിഷയമാണ് പ്രസംഗിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അപ്പൊ സമാധാനത്തെ ഞാൻ അവതരിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന രീതിയിലാണ് സമാധാനത്തെ അവതരിപ്പിക്കേണ്ടത്. അപ്പൊ അവിടെയാണ് പ്രധാനപ്പെട്ട ശരിയായിട്ട്. അപ്പം ആ വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി ഓഡിയൻസിനെ ഞാൻ പഠിക്കണം. ഓഡിയൻസിനെ എങ്ങനെ പഠിക്കണം എന്ന് പിന്നെ പറയാം. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ വിഷയം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ചിലപ്പം ഈ പ്രസംഗ മത്സരമൊക്കെ വരുമ്പോൾ വിഷയങ്ങൾ കാണും. ആ വിഷയത്തിന് അവർ മിക്കവാറും അതിന്റെ വിശകലനം കൊടുക്കും. അപ്പൊ ആ വിഷയവും ആ വിഷയത്തിന്റെ വിശകലനം കൂടെ മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രസംഗത്തിന് ഒരുക്കം നടത്താവൂ. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പറഞ്ഞു വരുമ്പോൾ വേറെ രീതിയിലായി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം വേണ്ടത് ആ പ്രസംഗത്തിന്റെ വിഷയം വ്യക്തമാക്കുക. രണ്ടാമത് ആ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ആ വിഷയത്തെ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങൾ ഗവേഷണം നടത്തുക. ഗവേഷണം നടത്താൻ വേണ്ടി പ്രബന്ധം തയ്യാറാക്കണമെന്നല്ല,
അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇന്ന് നമുക്ക് ഇന്റർനെറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ എളുപ്പമാണ്. നമുക്ക് ഇന്റർനെറ്റ് അത്രയും അപ്രോച്ചബിൾ അല്ലെങ്കിൽ നമുക്ക് വെറുതെ പുസ്തകങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഒരു വിഷയത്തെ കിട്ടുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയ രീതിയിലൊരു അന്വേഷണം നടത്തും. ആ വിഷയത്തിന്റെ വിവിധ ആശയം ചിലതൊക്കെ നമ്മുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്. ചില ആളുകൾ ഇങ്ങനെ പ്രസംഗത്തിന് വിഷയം കിട്ടുമ്പോൾ പലരൊക്കെ എന്നെ വിളിച്ച് അതിനുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് സഹായകമാകാം. അങ്ങനെ ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളെ കുറിച്ചൊന്ന് വായിച്ചു നോക്കുക, അതല്ലെങ്കിൽ നെറ്റിൽ തപ്പി നോക്കുക. ഇങ്ങനെ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഗഹനമായ ആശയത്തെ നമ്മൾ മനസ്സിൽ കാണും. അപ്പൊ വിഷയം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. വിഷയം മനസ്സിലായി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള വിവിധമായ ആശയ ശേഖരണം നടത്തി. വിവിധങ്ങളായ ആശയ ശേഖരണം നടത്തിയിട്ട് മൂന്നാമത് ചെയ്യേണ്ടത് അതിനെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതാണ് അതിൽ പ്രധാനപ്പെട്ട ആശയം? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതില് ഞാൻ കണ്ടെത്തിയ ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ആകർഷകമാകുന്ന ആശയം ഇതാണ് എന്ന രീതിയിൽ ആദ്യം അതിനെ നമ്പർ ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ആശയം ഇതാണ്. ആദ്യം നമ്മൾ എപ്പോഴും വളരെ ശക്തമായ വാദഗതികൾ ഉന്നയിക്കാൻ പറ്റുന്ന ആശയങ്ങളാണ് രൂപപ്പെടുത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് അല്പം നമുക്ക് രണ്ടാമത് അല്പം കൂടെ പ്രാധാന്യം കുറഞ്ഞത്, മൂന്നാമത് അല്പം കൂടെ പ്രാധാന്യം കുറഞ്ഞത്, നാലാമത് അതിലും പ്രാധാന്യം കുറഞ്ഞത്, അങ്ങനെ നമുക്ക് പ്രാധാന്യത്തിന്റെ ക്രമം അനുസരിച്ച് രൂപപ്പെടുത്താൻ കഴിയും. അപ്പൊ വിഷയത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയിട്ട് ആ വിഷയത്തെ നമ്മൾ ആശയത്തിന്റെ പ്രാബല്യവും മുൻഗണനയും അനുസരിച്ച് മുൻഗണന അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുക. ഇപ്പൊ 4 ആശയം ഈ വിഷയത്തെ കുറിച്ച് എനിക്കുണ്ട്. ആ 4 ആശയവും ഞാൻ ക്രമപ്പെടുത്തി മനസ്സിൽ കാണുന്നു, അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എഴുതി വയ്ക്കുന്നു. അത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും ഞാൻ എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ഞാൻ പറഞ്ഞ ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ തുടക്കം എന്തായിരിക്കണം എന്നാണ്. അപ്പൊ എപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് തുടക്കമുള്ള പ്രധാനപ്പെട്ടതാണ്. അപ്പൊ തുടക്കം ആകർഷകമാകുന്ന രീതിയിൽ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ രൂപപ്പെടുത്തി എടുക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പൊ അത് വളരെ പ്രധാനം. അപ്പൊ ഈ ആശയങ്ങളെല്ലാം ഉണ്ട്. ആശയങ്ങൾ ക്രമമായിട്ട് ഞാൻ രേഖപ്പെടുത്തി. എന്നിട്ടാണ് നമ്മൾ തുടക്കവും ഒടുക്കവും കാണേണ്ടത്. അത് ആദ്യമേ തുടക്കം കാണണമെന്നില്ല. ചിലപ്പം ആളുകൾ തുടങ്ങുന്നതല്ല പ്രസംഗത്തിൽ പറഞ്ഞോണം, അതാണ് എൻ്റെ കുഴപ്പം. അതുകൊണ്ട് നമ്മൾ നല്ല പ്രസംഗകരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിഷയം മനസ്സിലാക്കിയിട്ട് വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് വിഷയം രൂപപ്പെടുത്തിയിട്ടായിരിക്കണം തുടക്കം, അതിന്റെ ആമുഖമൊക്കെ നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ കയറി തുടക്കത്തിലേക്ക് പോകണം. കാരണം ആ തുടക്കത്തിന് അനുയോജ്യമായ വിഷയത്തിന് അനുയോജ്യമായ തുടക്കം ആയിരിക്കണമല്ലോ, അല്ലാതെ വേറെ പലതും പറഞ്ഞിട്ട് തുടങ്ങാനായിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ആശയ ക്രമീകരണം നടത്തേണ്ടത്. ഇനി ഒരു കാര്യം കാൾ മാർക്സ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, എല്ലാ ആശയ ക്രമീകരണത്തിലും 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ ചിന്തിക്കണമെന്നാണ്. ഒന്ന്, നമുക്കൊരു തേസിസ് ഉണ്ടാകണം. 2, ആന്റി തേസിസ് ഉണ്ടാകണം. 3 സിന്തസിസ് ഉണ്ടാകണം. തേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പറയാൻ പോകുന്ന ആശയമാണ് അതിന് നമ്മൾ തേസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ആശയം. ഉദാഹരണമായിട്ട് മതേതരത്വം ഭാരതത്തിന്റെ അല്ലെങ്കിൽ മതമൗലികത ഭാരതത്തിന്റെ മത സൗഹാർദ്ദത്തിന് ഒരു വെല്ലുവിളി, ഈ ഒരു വിഷയം ഞാൻ പറയുകയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളെല്ലാം ഞാൻ രൂപീകരിച്ചു കഴിഞ്ഞു. ആശയങ്ങളെല്ലാം രൂപീകരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതെങ്ങനെ ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. അപ്പം ആ ആശയം ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അനുകൂലമായ കുറെ ആശയങ്ങൾ എനിക്ക് കിട്ടും. അനുകൂലമായിട്ട് കിട്ടുന്ന ആശയങ്ങളാണ് തേസിസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. ഇനി അതിനെതിരായിട്ടുള്ള ചില ആശയങ്ങൾ ഉണ്ടാകും, അതിനെയാണ് നമ്മൾ ആന്റി തേസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആശയങ്ങളെ തേസിസായിട്ടും ആന്റി തേസിസായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അനുകൂലമായ കാര്യങ്ങൾ, അതിനെതിരായ കാര്യങ്ങൾ. അതിനാണ് നമ്മൾ സാധാരണ ഡിബേറ്റ് എന്ന് പറയുന്നത്. ഡിബേറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ ഞാൻ പറയുന്നില്ല. നമുക്ക് സാധാരണ നമുക്ക് ഒരു പ്രസംഗം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആശയ ക്രമീകരണത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആശയ ക്രമീകരണം നടത്തുമ്പോൾ ഈ പറയുന്ന തേസിസും നമ്മുടെ ആന്റി തേസിസും ഉണ്ടാകണം. തേസിസും ആന്റി തേസിസും എന്ന് പറഞ്ഞാൽ അനുകൂലമായ ഘടകങ്ങളും പ്രതികൂലമായ ഘടകങ്ങളും. ഇപ്പൊ മതേതരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, മതേതരത്തിന് അനുകൂലമായ ഘടകങ്ങൾ കാണാൻ പറ്റും, പ്രതികൂലമായ ഘടകങ്ങളും കാണാൻ പറ്റും. ഈ 2 അനുകൂലവും പ്രതികൂലമായ കാര്യങ്ങൾ ഞാൻ കണ്ടതിന് ശേഷം എങ്ങനെ അതിനെ സിന്തസിസ് ചെയ്യാം, ഒരുമിപ്പിക്കാം, ഏകോപിപ്പിക്കാം, അതാണ് 3 നടക്കേണ്ടത്. ഈ ആശയ ക്രമീകരണത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധ എന്ന് പറയുന്നത് തേസിസ്, അതിന്റെ ആന്റി തേസിസ്, അതിന്റെ സിന്തസിസ്. ഈ സിന്തസിസ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രസംഗം കൊണ്ട്. അതുകൊണ്ട് നമ്മള് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വിനാസ് എപ്പോഴും
അദ്ദേഹത്തിന്റെ പ്രബന്ധം എഴുതുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് ആദ്യം വിഷയം ദൈവം ഉണ്ടോ ഒരു ചോദ്യമുണ്ട്. അപ്പൊ ദൈവം ഉണ്ട് എന്ന് ആദ്യം പറയും. പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ദൈവമില്ല എന്നതിനെ കുറിച്ച് ആളുകൾ പറയുന്നതിന് ആർഗ്യുമെന്റ്സ് പറയും. എന്നിട്ട് അതിന് മറുപടി കണ്ടെത്തും. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ അതേ കൺക്ലൂഷനിലേക്ക് വരുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചിന്തിച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അത് നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടും. അതിന് വലിയ ബുദ്ധിയും പ്രാഗൽഭ്യവും ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആശയങ്ങളെ ഏകാഗ്രമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് കൂടെ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ വർഷം ജർമ്മനി പോയി പരിചയപ്പെട്ടത് എനിക്ക് തോന്നുന്നു വെച്ചാൽ എനിക്ക് ഒന്ന് ഏകാഗ്രമായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്നു. ഞാൻ അവരുടെ ഒരു നിർദ്ദേശം കൊടുത്തു, ഒരു കാര്യം ചെയ്യും, ഓരോ ദിവസം രാവിലെ ഉണരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബൈബിൾ വചനം എടുക്കുക. ആ ബൈബിൾ വചനം ആവർത്തിച്ച് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ വചനം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഏകാഗ്രത മനസ്സിൽ കൂടും. വേറെ ചിന്തകൾ ക്രമേണ അങ്ങ് മാറുകയും ആ വചനത്തിന്റെ ആശയം മനസ്സിൽ ബലപ്പെടുകയും ചെയ്യും. അങ്ങനെ മനസ്സിൽ ആശയങ്ങൾ ബലപ്പെടുമ്പോൾ അതിലൂടെ ആഴപ്പെട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാൻ കഴിയും. നമ്മുടെ സമയം മിക്കവാറും ദിവാസ്വപ്നം കൊണ്ട് കഴിയുക ചെയ്യുന്നു. നിങ്ങളെ വീടുകളിൽ സാധാരണ ആളുകളെ ചിന്തിച്ചു നോക്കുക, അവരെന്താ ചെയ്തിരിക്കുന്നത്? അവർ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ വരുമ്പോൾ വേറെ തെറ്റായ ചിന്തകളും മോശമായ ചിന്തകളും നല്ല ചിന്തകളും കടന്നു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ മൊബൈലിൽ കയറി പലതും കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ടി വിയിൽ പോയി പലതും കാണും. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ പലപ്പോഴും വികലമാകുന്ന രീതിയിൽ വികലമാക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഭയം വരുന്നത്. ഒന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ലോജിക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചിന്തകളെ കൃത്യമായിട്ട് അനുപേക്ഷണീയമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ലോജിക്ക് പഠിപ്പിക്കും. അത് ക്രമമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ നമ്മെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ക്രമാനുഗതമായിട്ട് നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്നത് ഏകാഗ്രതയാണ്. ഏകാഗ്രത ഉണ്ടാകാൻ വേണ്ടി, മനസ്സ് സ്വസ്ഥമാകാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില ടിപ്സ് ഞാൻ പറയുകയാണ്. ഒന്ന് എല്ലാ ദിവസവും നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിക്കാതെ, അപ്പൊ ഇങ്ങനെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നു, ഏകാഗ്രമാകാൻ കഴിഞ്ഞില്ല, ആ വചനഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയും ആ വചനഭാഗം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും ആ വചനഭാഗത്തിൽ നിലനിൽക്കാൻ വേണ്ടി, വസിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുകയും ചെയ്താൽ അതിലൂടെ ഉണ്ടാകുന്ന അനുഗ്രഹവും അത് നമുക്ക് തരുന്ന ശക്തിയും വളരെ വലുതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആശയത്തിന്മേൽ, അത് ഒരിക്കലും ഞാൻ പറഞ്ഞ ഒരു വാക്യം, ആശയത്തിന്മേൽ അടയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അടയിരുന്ന് വിരിയിക്കപ്പെടാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ ആശയത്തെ മനസ്സിലിട്ട് ഇങ്ങനെ പരുവപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ആശയങ്ങൾ നമുക്കുണ്ടാകും. അത് എപ്പോഴും പറയാൻ പറ്റും, എവിടെയൊക്കെ പറയും. ഇത് ഒരു ശീലമാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പ്രസംഗകരാകാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ഒരുപാട് നോക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലും ഈ വചനമോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങളോ അല്പം കൂടെ കോൺസെൻട്രേറ്റഡ് ചെയ്യത്തക്ക രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ല പ്രസംഗരാകാൻ കഴിയും. അപ്പൊ ഏതൊരു അവസരത്തിലും എന്തെങ്കിലും ആശയം നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ, അടുക്കും ചിട്ടയുമായിട്ട് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഏകാഗ്രത ആവശ്യമാണ്. അപ്പൊ ആ ഏകാഗ്രത ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആദ്യം സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രസംഗ രീതി എന്ന് പറയുന്നത് ഈ വിഷയാധിഷ്ഠിതമായ പ്രസംഗമാണ്. അപ്പൊ വിഷയാധിഷ്ഠിതമായ പ്രസംഗം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. രണ്ടാമത് നമുക്ക് സാധാരണ രീതിയിൽ പറയുന്നത് മോട്ടിവേഷൻ സ്പീച്ചാണ്. ഈ മോട്ടിവേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രേരണ നൽകുന്ന, പ്രചോദനം നൽകുന്ന സ്പീച്ചസ് ആണ്. പ്രചോദനം നൽകുന്ന പ്രസംഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം ഏതെങ്കിലും വേദിയിൽ പോയി അവിടെ ചെന്നുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ പ്രസംഗിക്കുന്നതായിരിക്കും. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയമായ രീതിയിൽ നേതൃത്വം കൊടുക്കാൻ വരുന്നവരാണെങ്കിൽ കഴിയുന്നതും ആളുകളെ കുറ്റം പറയാതെ അവർക്ക് പ്രചോദനം നൽകുന്ന ആശയങ്ങൾ കൊടുക്കുക. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്നത് എതിർ പാർട്ടികളെ കുറ്റം പറയാം. അങ്ങനെ കുറ്റം പറഞ്ഞും ആളുകളെ കൊച്ചാക്കിയും മറ്റുള്ളവരെ ഇകഴ്ത്തിയും പ്രസംഗം ഒരിക്കലും നടത്തരുത്. പ്രസംഗം നടത്തുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത്. അപ്പൊ പോസിറ്റീവ് എനർജി കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ ആശയങ്ങളെ പോസിറ്റീവായിട്ട് അവതരിപ്പിച്ച് പോസിറ്റീവായിട്ട് കൊണ്ടുവരിക. ഒരിക്കലും പ്രസംഗത്തില് നെഗറ്റീവ് അപ്രോച്ച് പാടില്ല, കുറ്റപ്പെടുത്തൽ പാടില്ല. ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തി പ്രസംഗിക്കുന്ന രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കരുത്. സമന്വയിപ്പിച്ചെടുക്കണം ആശയങ്ങൾ. അപ്പൊ നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ആശയം വരുന്നത് അതിനെതിരായിട്ട് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിനെ സമന്വയിപ്പിക്കണം. നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് അതിനെ സമന്വയിപ്പിക്കണം. അപ്പൊ അങ്ങനെ ആശയത്തെ ക്രമാനുഗതമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിൽ നമ്മളിപ്പം വിഷയാധിഷ്ഠിത പ്രസംഗമായിരുന്നാലും മോട്ടിവേഷണൽ സ്പീച്ച് ആയിരുന്നാലും നമ്മൾ അതൊക്കെയാണ് സാധാരണ രീതിയിൽ വരുന്നത്. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ളത് സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തിന് വലിയ മേൽപ്പടി ആവശ്യമില്ലെങ്കിലും അത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് കാണണം. ഇപ്പൊ നമ്മൾ സ്വാഗത പ്രസംഗം നടത്താൻ വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ അത് ഏറ്റെടുക്കണം. ഇപ്പൊ ചില നമ്മൾ BCCയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറൊക്കെ സ്വാഗതം, ഇപ്പൊ കുടുംബനാഥനാണെങ്കിലും നായകനാണെങ്കിലും ഒരു സ്വാഗതം പറയാൻ വേണ്ടി പറയും.
അപ്പൊ അപ്പോഴ് മിക്കവാറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചേട്ടത്തി ഒരു സ്വാഗതം പറ, അല്ലെങ്കിൽ ചേട്ടൻ ഒരു സ്വാഗതം പറ എന്ന് പറഞ്ഞാൽ ഓ നീ പറ ആരും അങ്ങനെ മുന്നോട്ട് വരാറില്ല. അപ്പൊ എന്തുകൊണ്ട് മുന്നോട്ട് വരാറില്ല? അത് വലിയൊരു ഭാരമായിട്ടാണ് കരുതുന്നത്. സ്വാഗതം പറയുന്നത് എന്താണ്? എൻ്റെ വീട്ടിലേക്ക് വരുന്നവരെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ഒരു വാക്ക് പറയാൻ നമുക്ക് മടി കാണിക്കുന്നത് നമ്മുടെ എന്തോ ഒരു ഭയം നമ്മളെ വിഴുങ്ങുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞാൻ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് പറയാം, എന്താണ് നമ്മെ ഭയപ്പെടുത്തുന്നത്, അതിനെങ്ങനെ അതിജീവിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് അടുത്ത ആഴ്ചയായിരിക്കാം നമ്മൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെ നമുക്ക് സഭാകമ്പം മാറ്റാൻ കഴിയുന്നുള്ളത് അടുത്ത വിഷയമാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ആശയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആശയത്തെ ക്രമപ്പെടുത്തുവാൻ ഉതകുന്ന രീതിയിൽ സ്വാഗത പ്രസംഗം പറയാൻ. അപ്പൊ സ്വാഗതപരം നമുക്ക് എളുപ്പമാണ്. അപ്പൊ എല്ലാ വേദികളിലും ഒരു അധ്യക്ഷൻ കാണും. അപ്പൊ അവിടെ ആയിരിക്കും നമ്മുടെ BCC ആണെങ്കിൽ അതിന് ലീഡർ ആയിരിക്കാം അവിടെ, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഉപതി ലീഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരാൾ അധ്യക്ഷനായിട്ട് കാണുമായിരിക്കുമല്ലോ. അപ്പൊ അവരെ നമ്മൾ സ്നേഹത്തോടെ ഈ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ഈ യോഗത്തെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇന്നയാൾക്ക് ഞാൻ സ്വാഗതം പറയും. ഇത്ര ഒരു വാക്യം നമുക്ക് പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല, നമ്മൾ മടി കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന എല്ലാ വിജയത്തിന്റെയും പിന്നില് അലസതയും മടിയും മാറി മുന്നോട്ട് വരുന്ന പ്രയത്നങ്ങളുണ്ട് എന്ന് മറക്കാതിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്വാഗത പ്രസംഗമാകുമ്പോൾ നമ്മൾ ആദ്യം അധ്യക്ഷന് സ്വാഗതം പറയുന്നു, ഉദ്ഘാടകന് സ്വാഗതം പറയുന്നു, മുഖ്യ അതിഥികൾക്ക് സ്വാഗതം പറയുന്നു, അനുമോദന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശംസാ പ്രസംഗകരുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം പറയുന്നു. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് കൃതജ്ഞത പറയാനും ഉണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം, വേദിയിൽ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ സ്വാഗതം പറയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപസംഹരിച്ച് മടങ്ങിപ്പോകാം. ഇനി അധ്യക്ഷ പ്രസംഗം രണ്ട് രീതിയിൽ നടത്താറുണ്ട്: ഉപക്രമവും സംഹരിച്ചുള്ള പ്രസംഗവും. സമാപിച്ചുള്ള പ്രസംഗവും ആരംഭിച്ചുള്ള പ്രസംഗവും എന്നുള്ളതാണ്. ഇന്ന് മിക്കവാറൊക്കെ ഒന്നേ ഉള്ളൂ. എന്നിരുന്നാലും മിക്കവാറും അത് ആരംഭത്തിലായിരിക്കാം പ്രസംഗം. അപ്പൊ ആരംഭത്തിൽ ഒരു അധ്യക്ഷന് പ്രസംഗം കൊടുക്കുന്നത് ആ ഒരു അന്തരീക്ഷത്തെ മയപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കും. അപ്പൊ ആ രീതിയിൽ അധ്യക്ഷൻ ഈ പറഞ്ഞതുപോലെ ഉദ്ഘാടകനെ ആദ്യം അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിഷയത്തെ മേലായിരിക്കണം തന്റെ പ്രസംഗം നടത്തേണ്ടത്. അപ്പൊ അതായിരിക്കും പ്രധാനമായിട്ട് അധ്യക്ഷ പ്രസംഗത്തില് പ്രധാനമായിട്ടും വിഷയമാണോ, മോട്ടിവേഷൻ ആണോ, എന്താണോ അവന്റെ അവസരം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരമാണോ, അനുമോദനമാണെങ്കിൽ അനുമോദനത്തെ സംബന്ധിച്ചുള്ള, അപ്പൊ എന്താണോ വിഷയം ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പ്രബലപ്പെടുത്തി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. അതല്ലെങ്കിൽ ഉദ്ഘാടകനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ അധ്യക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ടും പറയുക. സാധാരണഗതിയിൽ ഇപ്പോഴും കണ്ടുവരുന്നത് ഉദ്ഘാടനം ചെയ്തതിനു ശേഷമായിരിക്കും പ്രസംഗം നടത്തുന്നത്. അപ്പോൾ തിരികെത്തിച്ച് ഉദ്ഘാടനം നടത്തിയതിനു ശേഷം ഉദ്ഘാടന പ്രസംഗം നടത്തുന്നു. ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ അതിനുശേഷം പറയാവുന്ന ഞാൻ ഔപചാരികമായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. അതാണ് അതിന്റെ ഉദ്ഘാടനം. മിക്കവാറും ഈ വലിയ ഇന്റർനാഷണൽ മീറ്റിങ്ങുകളിലൊക്കെ നീണ്ട പ്രസംഗം നടത്താറില്ല. ആ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീരും. അങ്ങനെ കൂടുതൽ പ്രസംഗമൊന്നും പറയല്ല. നമ്മുടെ നാട്ടിലാണ് നീണ്ട പ്രസംഗങ്ങൾ, ഉദ്ഘാടന പ്രസംഗം എന്ന് പറഞ്ഞൊക്കെ നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പൊ ഈ ഇന്റർനാഷണൽ ലെവലിലൊന്നും ഇപ്പൊ അങ്ങനെ നീണ്ട പ്രസംഗങ്ങളൊന്നും പറയുന്നത് കണ്ടിട്ടില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് 2-3 മിനിറ്റ് ഒക്കെ, അത് ഈ ഉദ്ഘാടന പ്രസംഗം പരമാവധി 10 മിനിറ്റ്, അധ്യക്ഷ പ്രസംഗം 7 മിനിറ്റ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സമയം ക്രമീകരിച്ചാണ് ഇപ്പൊ എല്ലാ മീറ്റിങ്ങുകൾ നടത്തുന്നത്. 1 മണിക്കൂർ. ഇപ്പം ഗവർണർ, നമ്മുടെ പ്രസിഡന്റ് വന്നപ്പോഴും ഇവിടെ തെരേസയിൽ നടന്ന മീറ്റിംഗ് 1 മണിക്കൂറോട് തീരണം എന്നുള്ളതായിരുന്നു. അപ്പൊ 1 മണിക്കൂറിൽ എല്ലാവരും എത്രയും പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു പക്ഷേ കിട്ടുന്നത് 1 മിനിറ്റ് ആയിരിക്കാം, 2 മിനിറ്റ് ആയിരിക്കാം, 3 മിനിറ്റ് ആയിരിക്കാം. അപ്പൊ ആ 3 മിനിറ്റ് 2 മിനിറ്റ് എങ്ങനെ നമ്മൾ കാര്യക്ഷമമായ രീതിയിൽ അവതരിപ്പിക്കുന്നു, അതാണ് അവിടുത്തെ വിജയം എന്ന് പറയുന്നത്. അതിന് ഒത്തിരി ഒരുക്കം ആവശ്യമാണ്. 10 മിനിറ്റ് പ്രസംഗിക്കുന്നതിനേക്കാൾ 3 മിനിറ്റ് പ്രസംഗിക്കുവാൻ വേണ്ടി അത്യം ഒരുക്കമാണ്. അപ്പൊ 10 മിനിറ്റ് പറയാൻ വേണ്ട ആശയമാണ് ഞാൻ 3 മിനിറ്റ് കൊണ്ട് പറയാൻ പോകുന്നത്. അതെങ്ങനെ ഈ 3 മിനിറ്റിൽ ഉൾക്കൊള്ളിച്ച് പറയാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ആശയ ക്രമീകരണം വളരെ ശക്തമായ രീതിയിൽ നടത്തി അത് ക്രമപ്പെടുത്തിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വരുന്ന പ്രസംഗം എന്ന് പറയുന്നത് അനുമോദന പ്രസംഗം വരും, പിന്നെ ചരമപ്രസംഗം വരും. ചരമപ്രസംഗം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലുപയോഗിക്കുന്ന വാക്കുകളാണ്. പലപ്പോഴും തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് മരിച്ചു കിടക്കുന്ന ആളിന് അനുരഞ്ജനം ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുള്ള പദം നമ്മൾ ഓർത്തിരിക്കണം. അനുശോചനം അർപ്പിക്കുന്നുള്ള 2 പദങ്ങൾ ഓർത്തിരിക്കണം. ഇംഗ്ലീഷ് നമുക്കറിയാന്നുള്ള ഹോമേജ് ആൻഡ് കണ്ടോളൻസ് ആണ്. അപ്പൊ മരിച്ചു കിടക്കുന്ന, അപ്പൊ ആദ്യം എപ്പോഴും തുടങ്ങേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ആള് മരിച്ചു കിടക്കുകയാണ്, അപ്പൊ ആ സഹോദരന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആദരാഞ്ജലികള് മരണസമയത്ത് മാത്രമേ മലയാള ഭാഷയിൽ ഉപയോഗിക്കുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റ് സമയങ്ങളിലൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ ഈ അത് ക്രമപ്പെടുത്തിയിരിക്കുന്ന കൺവെൻഷനായിട്ടുള്ള ഒരു പദമാണ്. ആ പദത്തിന്റെ കോണ്ടസ്റ്റ് മനസ്സിലാക്കിയിട്ട് കോണ്ടസ്റ്റ് അനുസരിച്ച് മാത്രമേ പറയാവൂ. ഞാൻ ഒരു യോഗത്തിന് പോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ആദരാഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമായിട്ട് മാറും. മരിച്ചവർക്ക് പറയുന്ന പദം ജീവിച്ചിരിക്കുന്നവർക്ക് പറയാൻ പാടില്ല. അനുശോചനം അർപ്പിക്കുന്നത് ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമാണ്. അപ്പൊ ചരമപ്രസംഗം നടത്തുമ്പോൾ ഈ 2 വാക്കുകൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക.
അപ്പൊ ചരമ പ്രസംഗത്തിൽ കഴിയുന്നതും നെഗറ്റീവ് പറയാതിരിക്കുക. അയാള് തെമ്മാടി ആയിരുന്നു, ജീവിച്ചാലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞ് ആ വേദിയെയും ആളുകളെയും ഒന്ന് അനുഗ്രഹിക്കാറ്. മരിച്ചതിനെ കുറിച്ച് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചരമ പ്രസംഗമാണെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പിന്നെ സാധാരണ വരുന്ന പ്രസംഗങ്ങൾ, യാത്രയപ്പോ അങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങൾ, എല്ലാവരും കോണ്ടക്ഷൻ ഈ മെത്തഡോളജി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അല്പസമയം ഞാൻ നമുക്ക് സമയം അവസാനിക്കുകയാണ്. എന്നിരുന്നാലും ഒരു പ്രധാനപ്പെട്ട വരുന്ന ഒന്നാണ് MC എന്നാണ്. ഇന്ന് എല്ലാ യോഗങ്ങൾക്കും MC എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, മാസ്റ്റർ ഓഫ് സെറമണീസ്. ഇപ്പൊ മാസ്റ്റർ ഓഫ് സെറമണി ആകാൻ നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ BCCയിൽ ഒരു ചെറിയ വാർഷ നടത്തുമ്പോൾ MC ഉണ്ടായിരിക്കണം. MC ആകാൻ വേണ്ടി ഉള്ള ആളുകളെ ക്രമപ്പെടുത്തണം. അപ്പൊ MC ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാഗതം അറിയിക്കുകയും ശരിയായ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും, യോഗത്തിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ MC-യുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പൊ MC അടുത്ത ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനും എല്ലാവരോടും പുഞ്ചിരിയോടുകൂടി ഇടപെടാനും കഴിയുന്ന രീതിയിലായിരിക്കണം ആ MC ആദ്യത്തെ തന്റെ അവതരണം തന്നെ ആരംഭിക്കേണ്ടത്. രണ്ടാമത് പ്രസംഗകരെയും ആ പരിപാടിയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് MC-യുടെ രണ്ടാമത്തെ ജോലി. അപ്പൊ ആദ്യം ആ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയൊക്കെ പൊതുവായിട്ട് ആ ഒരു സിറ്റുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ചെറുതായിട്ടൊന്ന് സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത് സമയം ക്ലിപ്തത പാലിക്കേണ്ടത് MC-യുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. ഒരു യോഗത്തിന് 1 മണിക്കൂർ നമ്മൾ നീക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ആ 1 മണിക്കൂർ കൊണ്ട് യോഗം തീർക്കുക എന്നുള്ളത് MC-യുടെ കയ്യിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സമയത്തെക്കുറിച്ചുള്ള പക്വത, ക്ലിപ്തത നമുക്ക് ആവശ്യമാണ്. ഇപ്പം സമയത്തെക്കുറിച്ചുള്ള കോൺഷ്യസ്നെസ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തോന്നും പോലെ നീട്ടുകൊണ്ടു പോകാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ യോഗങ്ങൾക്കും ഒരു സമയ ക്ലിപ്തത നിലനിർത്തേണ്ടത് MC-യുടെ ജോലിയാണ്. നാലാമത് നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് എനർജി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ യോഗത്തിലിരിക്കുന്ന ആളുകളും വന്നിരിക്കുന്ന ആളുകളും മുഷിവായിട്ടുള്ള അവസരം ഉണ്ടാകണമെങ്കിൽ ഇടയ്ക്കൊരു തമാശ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുകൊണ്ട് അവരെ കൂടെ ഉണർവുള്ള വെക്കുക, ഇടയ്ക്ക് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെ അല്ലെങ്കിൽ ഇടയ്ക്ക് കൈയടിക്കാൻ പറയുക, അങ്ങനെ ആ വേദിയെ സജീവമാക്കി നിലനിർത്തേണ്ടത് MC-യുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. പിന്നെ അത് ഇടപെട്ടുകൊണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നതിന് കുഴപ്പമൊന്നുമില്ല, MC-ക്ക് അവസരം കിട്ടുമല്ലോ. ഓരോ ആളിന് പ്രശ്നം ചെയ്യുമ്പോൾ അടുത്ത് ആളെ വിളിക്കുന്ന അവസരങ്ങളെ കിട്ടും. അപ്പൊ ആ രീതിയിൽ സന്ദർഭോചിതമായിട്ട് ഇടപെടുക. തന്നെ അപ്രതീക്ഷിത ചില സമയത്ത് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മൈക്ക് സഡനായിട്ട് കട്ട് ചെയ്തു പോയി, അല്ലെങ്കിൽ വേറെ വരേണ്ട ആള് അപ്പം കയറി വന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഇങ്ങനെയുള്ള സാങ്കേതികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ യോഗത്തിന് എന്തെങ്കിലും അലങ്കോലപ്പെടുന്ന അവസരം ഉണ്ടായി, അത് തന്മയത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് MC-യുടെ ജോലിയാണ്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം കൈക്കൊള്ളണം. അത് MC-യുടെ മിടുക്കനുസരിച്ച് അത് ആ യോഗത്തെ വീണ്ടും പുനഃക്രമീകരിക്കുവാനും ഏകോപിപ്പിക്കുവാനും കഴിയുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. തന്നെ കൃത്യമായിട്ട് യോഗം സമാപിപ്പിക്കുക. ഇങ്ങനെ ഒരു MC-യുടെ പ്രസംഗവും ഇന്ന് സാധാരണമായ ഒരു രീതിയിലായി മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ പല പ്രസംഗങ്ങളും എവിടെയെല്ലാം നമുക്ക് വേണ്ടത് ആശയങ്ങളുടെ ക്രമീകരണമാണ്. അപ്പൊ നമ്മൾ ഏതാണ് ഒരു അവസരം, ആ അവസരത്തെ കണ്ടുകൊണ്ട് ആ അവസരത്തിന്റെ വിവിധ വശങ്ങളെ മനസ്സിലാക്കി അത് ക്രമപ്പെടുത്തി ക്രമാനുഗതമായ രീതിയിൽ അത് അവതരിപ്പിക്കുവാനും അതിനെ സമീപിക്കുവാനും കഴിയുന്ന രീതിയിലായിരിക്കണം പ്രസംഗം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് 4 തരം പ്രസംഗം ഉണ്ടെന്നാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് കോണ്ടക്സ്റ്റലൈസ്, ഏതെല്ലാം കോണ്ടക്സ്റ്റിലാണ് പ്രസംഗം വരാവുന്നതാണ്. ആ കോണ്ടക്സ്റ്റ് അനുസരിച്ച് ആ പ്രസംഗങ്ങൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പ്രസംഗത്തിന്റെ തുടക്കമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി, തുടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രസംഗം ആരംഭിക്കാം. ഒന്നാമത്തത്, നമുക്ക് ഒരു ചെറിയ കഥയോടുകൂടി നമുക്ക് പ്രസംഗം ആരംഭിക്കാം, അല്ലെങ്കിൽ അനുഭവത്തോടു കൂടി ആരംഭിക്കാം. കഥയോ അനുഭവം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നീണ്ട കഥകളോ നീണ്ട അനുഭവങ്ങളോ ആകരുത്. 5 മിനിറ്റാണ് പ്രസംഗമെങ്കിൽ അതിന്റെ ആമുഖത്തിന് വേണ്ടിയും അതിന്റെ അഭിവാദനത്തിന് വേണ്ടിയും നമ്മൾ 3 മിനിറ്റ് ചെലവഴിക്കുകയാണെങ്കിൽ പ്രസംഗം പാളി. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കഥ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീണ്ട നോവലുകൾ മാറ്റിവെക്കുക. നോവൽ എന്ന് വെച്ചാൽ നീണ്ട ചെറുകഥയാണല്ലോ, നീണ്ട കഥയാകുമ്പോഴാണല്ലോ നോവലായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നീണ്ട കഥകളും സീരിയൽ കഥകളും ഒക്കെ വേണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കഴിയുന്നതും അതൊക്കെ ഒഴിവാക്കുക. നീണ്ട പ്രസംഗം നടത്തിയിട്ട് ആദ്യമേ ഒരു കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കരുത്. അപ്പൊ തുടക്കത്തില് ക്രമമായിട്ട് തുടർത്താറ്. പ്രസംഗം അല്പം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അല്പസമയത്ത് പറയാം. എന്നിരുന്നാലും 2-3 മിനിറ്റ് കൂടുതൽ ഈ തുടക്കം നീണ്ടുകൊണ്ടു പോകുന്നത് നല്ലതല്ല. വേറെ രീതിയിൽ നമുക്ക് തുടങ്ങാവുന്നത് ചോദ്യം ചോദിച്ചുകൊണ്ടായിരിക്കും. അവരെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലൊരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ചോദിക്കുമ്പോൾ ആ ആശയത്തിലേക്ക് വരുന്നു. ഏതെങ്കിലും ചോദ്യം ചോദിക്കാമല്ല, ചിലപ്പം നമ്മൾ ചെന്ന് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത ചോദ്യമായിരിക്കും. ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പക്ഷെ ഞാൻ ഓർക്കുന്ന ഒരു ഞായറാഴ്ച ഒരു ബ്രദർ വന്ന് പ്രസംഗിക്കുകയാണ്, കുട്ടികളുടെ കുർബാനയാണ്. അപ്പൊ കുട്ടികളോട് ബ്രദർ ചോദിക്കുകയാണ്, നമ്മളിപ്പം എവിടെയാ നിൽക്കുന്നത്, ഇങ്ങനെ ചോദിക്കുകയാണ്.
അപ്പൊ കുട്ടികൾ പറഞ്ഞ് അച്ഛൻ പുൽപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ വേറെ കുട്ടികൾ അൾത്താരയിലാണ് നിൽക്കുന്നത്. അച്ഛൻ ഉദ്ദേശിച്ചത്, ബ്രദർ ഉദ്ദേശിച്ചത് എന്താണ്? ഏത് ആരാധനാ കാലഘട്ടത്തിൽ നിൽക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് ആഗമന കാലമായിരുന്നു. ആഗമന കാലം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടമാണല്ലോ. ആഗമന കാലം എന്ന് കുട്ടികളോട് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എത്ര ചോദിച്ചിട്ട് കുട്ടികൾക്ക് ഉത്തരം പറയാൻ പറ്റും. ബ്രദർക്ക് നീട്ടിയും തിരിച്ചും പരിച്ചൊക്കെ ചോദിക്കണം, പക്ഷെ കുട്ടികളൊന്നും ഉത്തരം വരത്തില്ല. പിന്നെ അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചോദ്യം ചോദിക്കുന്നതൊരു കലയാണ്. അപ്പൊ ചോദ്യം ചോദിക്കണമെങ്കിൽ നേരത്തെ മനസ്സിൽ കരുതിയിട്ട് ആ കോണ്ടസ്റ്റിന് ചേരുമെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ചോദ്യം ചോദിക്കും. ചെന്നോടനെ ചോദിച്ച എല്ലാവരും ചില ബ്ലിങ്കസി അടിച്ചിരിക്കും, ആരും മറുപടി പറയത്തില്ല. നമുക്കൊരു അതിന് മിക്കവാറൊക്കെ ഈ സീരിയസ് ആയ ഓഡിയൻസ് ഒന്നും ഉത്തരം പറയില്ല ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓഡിയൻസിനെ നോക്കിയിട്ട് ഉത്തരം പറയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക. അത് ഒരു തുടക്കമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ അവർക്ക് ഉത്തരം അവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് ഉത്തരം പറഞ്ഞു തുടങ്ങും. ഞാൻ തന്നെ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു, അതൊരു രീതിയാണ്. അപ്പൊ തുടക്കത്തിന്റെ രണ്ടാമത്തെ രീതി അതാണ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുതയോ കണക്കോ അവതരിപ്പിക്കാം. എല്ലാവരെയും അടിയന്തര ശ്രദ്ധ പിടിക്കുന്ന രീതിയിലുള്ള ഒരു കണക്ക്. ഉദാഹരണമായിട്ട് ഞങ്ങളുടെ സെമിനാറിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഒരു ദിവസം കുർബാനയ്ക്ക് പ്രസംഗം തുടങ്ങി ഇങ്ങനെയാണ്: പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആർ എ കേഴ്സ് ടു അവർ നേഷൻ. അപ്പൊ അദ്ദേഹം പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാണ്. അപ്പൊ ആദ്യം വന്ന ഉടനെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും അസ്വസ്ഥയായി. പിന്നെയാണ് വരുന്നത് ആർ ദ കേഴ്സ് ടു അവർ നേഷൻ. അപ്പം പക്ഷെ അത് എല്ലാവർക്കും ഒരു ആകർഷകമായിട്ട് മാറി. അതൊരു നല്ല തുടക്കം. ഇത് ഇങ്ങനെ നമുക്ക് ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആകർഷിക്കാൻ പറ്റുന്ന ചില തുടക്കങ്ങൾ ആരംഭിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് പ്രസിദ്ധമായ ഉദ്ധരണി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എത്രയോ ഉദ്ധരണികൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലെ ചില ഉദ്ധരണികൾ ഉദ്ധരണികൾ ഇപ്പം ഒത്തിരിയധികം അവൈലബിൾ ആണ്, നമുക്ക് സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റും. ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഉദ്ധരണികളുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകം നിറയെ ഉദ്ധരണികൾ എഴുതി വയ്ക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് മനോഹരമായിട്ട് ആ ഉദ്ധരണികളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗം ആരംഭിക്കാൻ കഴിയും. ചില ആളുകൾ ഹാസ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങും, ചില തമാശ പറഞ്ഞുകൊണ്ട്. തമാശ പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ തമാശ എല്ലാ സ്ഥലത്തും ഏക്കണമെന്ന് നിർബന്ധമില്ല. ഓരോ കോണ്ടക്സ്റ്റിലാണ് തമാശ അത് തമാശയായിട്ട് തോന്നുന്നത്. നമ്മൾ ഒരു പക്ഷേ തമാശ പറയുമ്പോൾ അത് ഗൗരവമായിട്ട് തോന്നും. അപ്പൊ ആൾക്കാർ ചിരിക്കത്തുമില്ല, നമ്മൾ പറഞ്ഞത് ഒരു പക്ഷെ അബദ്ധമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് ഹാസ്യം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, എല്ലാവർക്കും അത് പറഞ്ഞ് പിടിപ്പിക്കാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഹാസ്യം ചിലർക്ക് അതിനുള്ള പ്രത്യേക കഴിവുണ്ട്. എന്നിരുന്നാലും അതുകൊണ്ട് ഈ ചില അച്ഛന്മാരൊക്കെ ഈ നമ്മുടെ പൂനെയിലൊക്കെ ഞാൻ പഠിക്കുമ്പം എല്ലാ വേദികളിലും ചില അച്ഛന്മാര് ഒരു ജോക്കുമായിട്ടാണ് വരുന്നത്. അപ്പൊ ആദ്യം ജോക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പൊ ജോക്ക് പറയുമ്പോൾ പിന്നെ ചില പ്രശ്നം ഉണ്ടാകുന്നത് ജോക്ക് പറഞ്ഞു ഒരു പക്ഷേ ബിലോ ബെൽറ്റ് ജോക്കൊക്കെ ആവും, ചിലപ്പോൾ വളരെ തറ ജോക്കൊക്കെ ആവും. അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഓഡിയൻസിന് തന്നെ അരോചകമായിട്ട് തോന്നുന്ന രീതിയിലൊക്കെ ആകും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഹാസ്യം പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആവശ്യമെങ്കിൽ മാത്രം പറയുക. പിന്നെ വേറെ പ്രശ്നം, ചില ഹാസ്യങ്ങൾ ആളുകൾ കേട്ടതായിരിക്കും, ഓൾറെഡി കേട്ടതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവര് രണ്ടാമത് പറഞ്ഞിട്ട് അത് വില പോകുന്നില്ല. ഈ കഥകളിലുള്ള പ്രശ്നം അതാണ്. കഥകൾ പറയുമ്പോഴും ഒരു പക്ഷേ ആളുകൾ കേട്ടിട്ടുള്ളതാണെങ്കിൽ അതൊരു ആവർത്തനമായിട്ട് മാറും. ആളോ ഇതെനിക്ക് അറിയാമല്ലോ എന്ന് മനസ്സിൽ പറയും, പിന്നെ അതോട് ശ്രദ്ധയുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ധൈര്യമായ ചില പ്രസ്താവനകളൊക്കെ പറയാം. എടുത്തു പറയാൻ പറ്റുന്ന ചില പ്രസ്താവനകൾ, നമുക്ക് കൂടുതൽ ധീരതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന്, ഇങ്ങനെ ധീരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ നാട് മുഴുവൻ തകർന്നു കിടക്കുകയാണ്, ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറയുന്ന തുടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. തുടക്കം നമുക്ക് വളരെ മനോഹരമാക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ചരിത്രപരമായ ഏതെങ്കിലും സംഭവങ്ങളോ വസ്തുക്കളോ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇപ്പൊ നമുക്ക് അറിയാവുന്നതല്ലേ, ഇപ്പം ഈ പരിശുദ്ധ പിതാവ് മാതാവിനെ കുറിച്ച് പറഞ്ഞ കാര്യം, അല്ല സഹരക്ഷകയാണോ അല്ലേ എന്നുള്ള കാര്യം, അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അതുമല്ലെങ്കിൽ നമുക്ക് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ രാവിലെ ഉണർന്നപ്പോൾ ഒരു ഫോൺ ബെല്ല് കേട്ടു, ഇന്റർനെറ്റിന്റെ പ്രവർത്തനം നിർത്തി നിന്നു, ഇങ്ങനെയുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആരോഗ്യത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഉണർന്നപ്പോൾ ശരിയായ രീതിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ അതിനെക്കുറിച്ചാണ് പറയാൻ വന്നത്. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ആകർഷകമായ സാങ്കല്പികമായിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തുടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് കഥകൾ ഉപയോഗിക്കാം, ഉദ്ധരണികൾ ഉപയോഗിക്കാം, ചോദ്യങ്ങൾ ഉപയോഗിക്കാം, ഹാസ്യാത്മകമായ തുടക്കമാകാം, അതുമല്ലെങ്കിൽ സാങ്കല്പികമായ സന്ദർഭങ്ങളെ അവതരിപ്പിക്കാം, ഏത് രീതിയിലുള്ള തുടക്കങ്ങളുമാകാം. പക്ഷേ തുടക്കമല്ല നമ്മൾ പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കേണ്ടത് വിഷയമാണ്. വിഷയത്തിന് ചേർന്ന തുടക്കമാണ് ആ പ്രസംഗത്തെ അനുകൂലവും സ്വീകാര്യതയുള്ളതാക്കി മാറ്റുന്നത്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ വിശകലനം ചെയ്യുവാൻ ആശയത്തെ നമ്മൾ ശക്തമായി മനസ്സിലാക്കണം. അതിന് ഏകാഗ്രത ഉണ്ടാകണം.
ഏകാഗ്രത ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതിനെക്കുറിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ബൈബിൾ കേന്ദ്രീകൃതമായ ആവർത്തിച്ചുകൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തി അടിസ്ഥാനപരമായ രീതിയിൽ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് നിരന്തരം അഭ്യാസം ആവശ്യമാണ്. അങ്ങനെ അഭ്യസിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ശ്വസന പ്രക്രിയ നമ്മൾ സ്വന്തമാക്കുക. അങ്ങനെ ശ്വസന പ്രക്രിയ സ്വന്തമാക്കി നമ്മുടെ പ്രസംഗത്തിന് നമ്മെ തന്നെ ഒരുക്കമുള്ളതായി പാകമുള്ളതായി പരുവപ്പെടുത്തി എടുത്താൽ നമുക്ക് നല്ല പ്രസംഗരാകാൻ കഴിയും. അതുകൊണ്ട് ഈ ചില ടിപ്സ് ഞാൻ പറഞ്ഞ ചില ടിപ്സ് ഒക്കെ ഒന്ന് സ്വന്തമായിട്ടൊന്ന് പരിശീലിച്ച് നോക്കുക. അങ്ങനെ പരിശീലിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും നല്ല പ്രസംഗരായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ എന്നിരുന്നാലും നമുക്ക് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് നല്ല പ്രസംഗരാകാൻ കഴിയും. കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും വളർന്നു വരികയാണ്. അങ്ങനെ വളരാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ സഹായിക്കുന്ന ചില ചിന്തകളാണ് നിങ്ങൾ പങ്കുവച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ക്ലാസ്സും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ അതൊരു ആശയ സ്വരൂപരണ സംവിധാനമാണ്. അത് അതേസമയം പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു ആശയ സംവേദനമാണ്. സ്വരൂപണോ സംവേദനം രണ്ടാണ്. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ പ്രസംഗം കൂട്ടിക്കുഴയ്ക്കരുത്. ക്ലാസ് എടുക്കുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് മൂവ് ചെയ്യാം, ആൾക്കാരുടെ തമാശ കൊണ്ട് കളിപ്പിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ചോദ്യം ചോദിക്കാം, ഇടയ്ക്കിടയ്ക്ക് ചില ഗെയിംസ് ഒക്കെ നടത്താം, ഇടയ്ക്കിടെ ആക്ഷൻ സോങ് കാണിക്കാം. അതെല്ലാം ചെയ്ത് ക്ലാസ് സജീവമാക്കാം. പക്ഷെ പ്രസംഗത്തിന് ആ ഒരു സ്വാതന്ത്ര്യമില്ല. പ്രസംഗം നമുക്ക് ആശയം അറിയാം, ആ വിജ്ഞാനത്തിന്റെ ഒരു മനോഭാവത്തോടു കൂടി ആ വിജ്ഞാനത്തെ മറ്റുള്ളവരിൽ എറിഞ്ഞു പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ആശയത്തെ അവരുടെ മേൽ എറിഞ്ഞു പിടിപ്പിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ഈ ആശയം അവരിലേക്ക് ഞാൻ എറിയുകയാണ്. അത് സദസ്സിലിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ തുളച്ച് കയറുന്ന രീതിയിൽ ആശയത്തിന് ഞാൻ പെറുക്കി എറിഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എറിയുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കണം. അങ്ങനെ ഒരുക്കിയാൽ മാത്രമേ എനിക്ക് എറിയുന്ന ആ പ്രക്രിയ സൂക്ഷ്മതകളായിട്ട് മാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് എറിയുന്നതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ശ്വസനത്തെ കുറിച്ചാണ്. ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ വയറിൽ നിന്ന് ബ്രീത്ത് ചെയ്യുക, ആഴമായി ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക. ഒരു 5 പ്രാവശ്യങ്ങൾ നമ്മൾ ശ്വാസം പിടിച്ച് സ്വസ്ഥമായിരുന്നിട്ട് റിലാക്സ് ചെയ്ത് ബോഡിയെ റിലാക്സ് ചെയ്ത് മാത്രം പ്രസംഗത്തിന് പോവുക. അങ്ങനെ വരുമ്പോൾ ടെൻഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് കഴിയും. മൂന്നാമത് ഞാൻ പറഞ്ഞത് ആശയക്രമീകരണമായിട്ട് ബന്ധപ്പെട്ടാണ്. എല്ലാ പ്രസംഗങ്ങൾക്കും വേണ്ടത് തേസിസ്, ആന്റിതേസിസ്, സിന്തസിസ്, ആശയത്തിന് അനുകൂലമായ ഘടകങ്ങളും പ്രതികൂലമായ ഘടകങ്ങളും ഒത്തുചേർത്തുകൊണ്ട് അതിനെ ഒരുമിച്ച് ചേർക്കുന്ന ഏകോപിക്കുന്ന പ്രക്രിയ അതുണ്ടാകണം. അതിന് ഉതകുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ ഗഹനം നടത്തി ഗവേഷണം നടത്തി പഠിക്കണം. പഠിച്ചതിന് ശേഷം നമ്മൾ അതിനെ ക്രമപ്പെടുത്തണം. ക്രമപ്പെടുത്തിയിട്ട് അതിന് പറ്റിയ രീതിയിലുള്ള അവതരണത്തിനുള്ള പ്രാരംഭവും കൺക്ലൂഷനും കണ്ടുപിടിക്കണം. ഇങ്ങനെ നമ്മൾ ആശയ ക്രമീകരണം കാര്യക്ഷമമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ പ്രസംഗകരാകണം. അതിനുവേണ്ടി പരിശീലിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ സെഷനിലൂടെ പറയാൻ വേണ്ടി പരിശ്രമിച്ചത്. ഇത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ്സുകളുണ്ടെങ്കിൽ പറയാം. ചോദിക്കുന്നവർ അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. വളരെ വ്യക്തമായിരുന്നു അച്ഛാ, അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ഇല്ലാത്തത്. നല്ല പോയിന്റ്സുകളായിരുന്നു അച്ഛാ, പക്ഷെ ഭയങ്കര സ്പീഡ് കൂടി പോയോ എന്നൊരു സംഭവം. നല്ല പോയിന്റ്സ് ആയിരുന്നു. ഏകദേശം 45 മിനിറ്റ്, ഏകദേശം 40 മിനിറ്റ് പോയത് അറിഞ്ഞില്ല. അച്ഛൻ ഈ പ്രസംഗത്തിന്റെ ക്ലാസ്സുകളിൽ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തതാണ് കളക്ട് ചെയ്യുക മെറ്റീരിയൽസ് ഒക്കെ, അല്ലെങ്കിൽ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ട് ചെയ്യുക. അത് ആരോട് വേണമെങ്കിലൊക്കെ ചോദിക്കുക. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ കൂടെയൊക്കെ ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അച്ഛൻ തിരക്ക് പിടിച്ച് നടക്കുമ്പോഴായിരിക്കും, പക്ഷെ ചിലപ്പോൾ അച്ഛൻ പറയുന്ന 1 or 2 പോയിന്റുകളായിരിക്കും, പക്ഷെ അതുപോലും നമുക്കത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ്. താങ്ക് യു അച്ഛാ. അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. വില്യം ജോർജ് സാർ കൈമുക്കിയായിരുന്നു. സാറിന് പ്രസംഗിക്കുമ്പോൾ നമ്മള് തുടക്കമാണ് പാളിപ്പോകാറുള്ളത്. അപ്പൊ അതായത് നമ്മൾ തുടക്കം പറഞ്ഞു തുടങ്ങിയ ശേഷം പക്ഷേ ആ വിഷയവുമായിട്ട് ബന്ധമില്ലാതെ പോകുന്നതായിട്ട് കാണുന്നു.
അച്ഛനിപ്പം പറയുന്നതനുസരിച്ച് ആശയത്തിൽ നിന്നും തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പരിശീലിക്കുക നമ്മൾ എന്താണ് ആശയം. അപ്പൊ ആ ഒരു ആശയത്തിൽ നിന്നും ഫസ്റ്റിൽ പറയേണ്ടത് തുടങ്ങി വരുമ്പോഴേക്കും ശരിയാകും. അച്ഛന്റെ ഈ അറിവിന് വളരെ നന്ദി വെച്ചാൽ. അച്ഛൻ MC-യുടെ റൂള് പറഞ്ഞ വളരെ ഉപകാരപ്പെട്ട് പലർക്കും വേണ്ടവിധം ചെയ്യാൻ പറ്റാത്ത റോളാണ് MC-യുടെ. പക്ഷെ അച്ഛൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു വന്നു. നന്ദി. അച്ഛൻ സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഞങ്ങളുടെ നെയ്യാറ്റിൻകര രൂപതയുടെ ഫാദറാണ്. അച്ഛൻ ക്ലാസ് മൊത്തം കേൾക്കാൻ പറ്റിയില്ല, പള്ളിയിൽ പോയിരുന്നു. എന്നാലും ഞാൻ പിന്നെ അത് ക്ലാസ് ഇടും അതില്, അപ്പൊ കേൾക്കാം. നന്നായിരുന്നു അച്ഛ. അവസാനം കുറച്ചാണ് കേട്ടെ, പക്ഷെ നല്ലായിരുന്നു. ഇനി ആർക്കും പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് അനുബന്ധ പ്രഭാഷണത്തിനായി ഡോക്ടർ ബിജുവിനെ ക്ഷണിക്കാം. ബിജു സാർ. യെസ്, എത്രയും ബഹുമാനപ്പെട്ട ഗ്രിഗറിയച്ചൻ, ബഹുമാനപ്പെട്ട അഭിലാഷച്ചൻ, പ്രിയപ്പെട്ട ജെയ്സൺ, നമ്മളുടെ ശക്തിയായിട്ട് നിലകൊള്ളുന്ന ഈ സമുദായത്തിലെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, അച്ഛൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. കഴിഞ്ഞ ആഴ്ച അച്ഛൻ തന്ന നിർദ്ദേശങ്ങൾ തന്നെ എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് അത് എത്രത്തോളം ക്രിയാത്മകമായിട്ടാണ് നമ്മളുടെ അംഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിലെ അസൈൻമെന്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നി. കാരണം കഴിഞ്ഞ ആഴ്ച അച്ഛൻ നമ്മളോട് ആമുഖത്തെക്കുറിച്ചും ഗാത്രത്തെക്കുറിച്ചും അത് ചുരുക്കി സമാഹരിച്ച് എങ്ങനെ നമ്മുടെ പ്രസംഗം അവതരിപ്പിക്കേണ്ടതാണ് എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു. പ്രസംഗത്തിന്റെ ഘടനയെക്കുറിച്ചാണ് അച്ഛൻ കൂടുതലായിട്ടും പറഞ്ഞത്. ചില ടൈപ്സ് ഓഫ് സ്പീച്ചസും നമ്മളോട് പറഞ്ഞു. ഇന്ന് പറഞ്ഞത് സമാഹരിച്ചാൽ യഥാർത്ഥത്തില് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പ്രസംഗം കേട്ടിട്ട് പോകുന്ന ഒരാളുടെ മനസ്സിൽ ആ പ്രസംഗം ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഓർക്കുന്നു, നമ്മൾ പറഞ്ഞ ആശയങ്ങൾ ഓർക്കുന്നു, ആ ആശയങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പ്രസംഗം ജീവനുള്ളതായി മാറും. അങ്ങനെ ജീവനുള്ള പ്രസംഗങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാനുള്ള മികച്ച നിർദ്ദേശങ്ങളാണ് അച്ഛൻ ഇന്ന് നമുക്ക് തന്നത്. ഒത്തിരി നന്ദി അച്ഛനോട് ആ കാര്യത്തിൽ പറയുകയാണ്. കാരണം നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന ചില സംശയങ്ങളൊക്കെ അറിഞ്ഞ് അച്ഛൻ അത് നമ്മൾ ചോദിക്കാതെ തന്നെ, അതുകൊണ്ടായിരിക്കാം കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ ആ സംശയങ്ങൾ നിവാരണം ചെയ്തുകൊണ്ടാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത്. കാരണം ക്ലാസ്സും പ്രസംഗവും തമ്മിലുള്ള, ഞങ്ങളൊക്കെ കൂടുതൽ സമയവും ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ക്ലാസ്സും പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം ഊന്നി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അതിൽ തന്നെയും എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയത് ആ സമയക്രമീകരണം എങ്ങനെയാണ്. നിങ്ങൾ ഒരു ആശയം അവസാനിപ്പിക്കുമ്പോൾ ഒരു 3 സെക്കൻഡ് ഇടവേള ക്രമപ്പെടുത്തേണ്ടത്, ഒരാശയം തുടർന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര സെക്കൻഡ് അങ്ങനെ ഒരു ബ്രേക്ക് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പുതിയ അറിവുകളായിട്ട് തോന്നുകയാണ്. നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരാശയം അവതരിപ്പിക്കാൻ, പ്രസംഗത്തിലുടനീളം ഒരു സ്ഥായി ഭാവം നിലനിർത്താൻ ഒക്കെ നമ്മുടെ ശ്വസന പ്രക്രിയയെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെയാണ് സാധിക്കുക എന്നും അച്ഛൻ മനോഹരമായിട്ട് പറഞ്ഞു. ഞാനത് ആവർത്തിക്കേണ്ടതായിട്ടില്ല. ഇതെല്ലാം പറയുമ്പോഴും അച്ഛൻ ഇന്ന് നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി ആയിട്ട് ഞാൻ കരുതുന്നത്, നിങ്ങൾ എന്ത് പ്രസംഗമാണ് നടത്തുന്നത് അതിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായുള്ള സംഗതി. വിഷയം അറിയുക, അത് മനസ്സിലാക്കുക, അതിൽ ചെറു ഗവേഷണങ്ങൾ നടത്തുക, അതിലൂടെ നിങ്ങൾ സമാഹരിക്കുന്ന കാര്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിന്റെ ക്രമത്തിൽ ഒന്ന് ക്രമപ്പെടുത്തുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ അച്ഛൻ തന്നെ സൂചിപ്പിച്ചു,
നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് അത് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാകും. സാധാരണഗതിയിൽ ഒരു പ്രസംഗം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ചും വളരെ മനോഹരമായിട്ട് തന്നെ അച്ഛൻ നമ്മളോട് പറഞ്ഞു തരികയും ചെയ്തു. വ്യത്യസ്ത തരത്തിലുള്ള പ്രസംഗങ്ങളാണെന്നുണ്ടെങ്കിൽ ആ പ്രസംഗം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന തിരിച്ചറിവ് തന്നെ തീർച്ചയായിട്ടും ആ പ്രസംഗം ക്രമപ്പെടുത്താനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. ആ പ്രസംഗം കൂടുതൽ അർത്ഥവത്താകുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങളെ ശരിയായി സമുന്നയിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പ്രസക്തമാണ് എന്ന് അച്ഛൻ ഊന്നി പറഞ്ഞത്. വ്യത്യസ്ത തരത്തിലുള്ള പ്രസംഗങ്ങളെ കുറിച്ചും അത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു സമയത്തിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ വലിയ ഗവേഷണങ്ങളോട് കൂടിയിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മുടെ ഗ്രൂപ്പുകളിൽ സ്വന്തം ഇടവകയെക്കുറിച്ച്, അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച്, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾ അവതരിപ്പിച്ചത്. അതൊക്കെ സംഭവിക്കുന്നു. അതിലൊക്കെ ഇനി എന്തെല്ലാം ചെയ്യണം എന്ന് മനോഹരമായിട്ട് അച്ഛൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒത്തിരി നന്ദി അച്ഛനോട് ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. നമുക്ക് ഏവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ പ്രക്രിയ കൂടുതൽ സന്തോഷകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാം. വൺസ് അഗെയിൻ എല്ലാവർക്കും നന്ദി. നന്ദി ബിജു സാർ. എന്റെ നോട്ടിനായി ഡോക്ടർ ജിയോ ഒരു മിനിറ്റ്, നമ്മൾ അടുത്ത ആഴ്ച ചെയ്യാനുള്ള അസൈൻമെന്റ് പറഞ്ഞില്ലായിരുന്നു. നമ്മള് ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞത് ഞാൻ ആരാണ്, രണ്ടാമത്തെ ദിവസം എന്റെ ഇടവക എന്നതിനെ കുറിച്ചായിരുന്നു, മൂന്നാമത് നമ്മള് അടുത്ത ഇതില് നമ്മളെല്ലാവരും പിന്നെ നമ്മൾ എന്റെ രൂപതയെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്റെ BCC കുറിച്ചാണ്. നമ്മള് കേരള ലത്തീൻ സഭയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ BCC. അപ്പൊ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന BCC എന്താണ്, BCCയുടെ പേരെന്താണ്, BCCയിൽ എന്തൊക്കെയാണ് പ്രവർത്തനം നടക്കുന്നത്, എങ്ങനെയുണ്ട്, ആ BCCയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ വേണ്ടി എന്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, അങ്ങനെ ഞാനും എന്റെ BCC എന്നതിനെ കുറിച്ചായിരിക്കാം അടുത്ത പ്രസംഗം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് ലളിതമായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ 3 - 5 മിനിറ്റ് വരുന്ന രീതിയിൽ ഒരു ചെറിയ പ്രസംഗം തയ്യാറാക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും BCCകളെ കുറിച്ച്, ആ BCCയെ കുറിച്ച് പ്രസംഗം തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുകയും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പരസ്പരം ഒന്ന് ആശയങ്ങൾ ക്രമപ്പെടുത്തി നിങ്ങളുടേതായ കഴിവുകൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഓക്കെ ഫാദർ, ഓവർ ടു ഡോക്ടർ ജിയോ. ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛ, അഭിലാഷ് അച്ഛ, ജെയ്സൺ ചേട്ട, ബിജു സർ, കേരള CBSEയുടെ നേതാക്കളെ, സുഹൃത്തുക്കളെ, പണ്ട് വളരെ കാലഘട്ടങ്ങളുടെ പുറകില് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. തന്റെ സാമ്രാജ്യം വലുതാക്കണമെന്ന ചിന്തയില് ഓരോ നാട്ടുരാജ്യങ്ങളും വെട്ടിപ്പിടിക്കുമ്പോൾ ഒരു ചെറിയ നാട്ടുരാജ്യത്തിന്റെ നാട്ടുരാജാവ് തന്റെ ദൂതന്മാരെ വിട്ട് 2 സ്വർണ ചിറകുകളുള്ള പരുന്തുകളെ ഈ ചക്രവർത്തിക്ക് സമ്മാനമായി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചക്രവർത്തിയോട് പറഞ്ഞു, ഒരു യുദ്ധത്തിന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല, ഞങ്ങൾക്ക് അതിനുള്ള സമ്പത്തോ ആൾബലവും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് മുന്നേ അടിയറവ് പറയുകയാണ്. ഈ ചക്രവർത്തിക്ക് ഒത്തിരി സന്തോഷമായി. ചക്രവർത്തി തനിക്ക് ലഭിച്ച ഈ സ്വർണ ചിറകുള്ള പരുന്തുകളെ തന്റെ ഭൃത്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ എന്റെ തോട്ടത്തില് ഇതിനെ പറത്തി വിടുക. പിറ്റേന്ന് രാവിലെ ചക്രവർത്തി തന്റെ മട്ടുപ്പാവിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇതില് ഒരു പരുന്ത് വളരെ ഉയർന്നു പറക്കുന്നതായി കണ്ടു. മറിച്ച് മറ്റൊരു പരുന്ത് ഒരു മരത്തിന്റെ ചില്ലയില് സന്തോഷത്തോടെ ഇരിക്കുന്നതും കണ്ടു. ആദ്യ ദിനം കഴിഞ്ഞു. 2, 3, 4 ദിനങ്ങൾ കഴിയുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. ഒരു പരുന്ത് ഒത്തിരി ഉയരങ്ങളിൽ പറക്കുകയും മറ്റൊന്ന് സൗകര്യപ്രദമായിട്ട് ഒരു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുകയാണ്. അവിടെ വെച്ച് രാജാവ് ഒരു വിളംബരം ഒരുക്കി, ആര് ഈ 2ാമത്തെ പരുന്തിനെ പറത്തുന്നുവോ അവർക്ക് 100 സ്വർണ്ണ നാണയം സമ്മാനമായി കൊടുക്കുന്നതാണ്. ഒത്തിരി വ്യക്തികൾ വന്നു, മന്ത്രവാദികള്, മൃഗപരിശീലകര്, അതുകൂടാതെ ഡോക്ടർമാര് വന്നു. എന്നാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒരു ദിവസം ഈ ചക്രവർത്തി തന്റെ മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോൾ ഈ 2 പരുന്തുകളും സ്വർഗത്തിന്റെ വ്യതിയാനങ്ങളിലേക്ക്, ഒത്തിരി ഉയരങ്ങളിലേക്ക് പറന്നു നടക്കുന്നതായി കണ്ടു. രാജാവ് അന്വേഷിച്ച് പറഞ്ഞത്, ഒരു വൃദ്ധനായ മനുഷ്യനാണ് ഈ 2 പരുന്തുകളെയും പറത്തിയത്, അല്ലെങ്കിൽ അടങ്ങിയിരുന്ന ആ ഒരു പരുന്തിനെ ആകാശത്തിന്റെ പല വിധാനങ്ങളിലേക്ക് പറത്തിവിടുവാനായിട്ട് സഹായിച്ചത് ഒരു വൃദ്ധനാണ്.
ഈ ചക്രവർത്തി ഈ വൃദ്ധനെ വിളിച്ച് 100 സ്വർണ്ണനാണയം കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ പരുന്തിനെ പറത്തിയത്? ഉത്തരം വളരെ ലളിതമായിരുന്നു, ആ പരുന്തിരുന്ന ചില്ല ഞാനങ്ങ് വെട്ടിമാറ്റി. 4 മാസം മുന്നേ നമ്മളിൽ പലരും വളരെ ആകാശത്തിന്റെ പല കോണുകളിലേക്ക് പറക്കുകയും മറ്റു ചിലർ, നമ്മളെപ്പോലുള്ള മറ്റു ചിലർ അവരിയ്ക്കുന്ന അവസ്ഥയിൽ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് സുഖപ്രദമായിട്ട് ഒരു പ്രസംഗത്തിന് വിളിക്കുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് മുന്നോട്ട് പറഞ്ഞുകൊണ്ട് ഒരു സഭാകമ്പത്തോടെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ചില്ലയിൽ ഇരിക്കുമ്പോൾ അവിടെ ഗ്രിഗറി അച്ഛൻ തന്റെ ക്ലാസ്സിലൂടെ നമ്മളിരിക്കുന്ന ആ സൗകര്യപ്രദമായ ചില്ലയെ വെട്ടിമാറ്റി ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം എന്ന കലയിലൂടെ നമ്മുടെ സഭാകമ്പത്തെ മാറ്റി മുന്നോട്ട് കടന്നു വരുവാനും ആ സ്വർണ്ണച്ചെറുകളുള്ള പക്ഷിയെ പോലെ അല്ലെങ്കിൽ പരുന്തിനെ പോലെ പറക്കുവാനായിട്ട് നമ്മെ നയിക്കുന്ന ഗ്രിഗറി അച്ഛന് സ്നേഹത്തിലൂടെ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇന്നിവിടെ അനുബന്ധ പ്രസംഗം നടത്തിയ ബിജു സാറ് ഗ്രിഗറി അച്ഛന്റെ പ്രസംഗത്തിനെ വളരെ ഹ്രസ്വ രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ബിജു സാറിനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും അറിയാം, വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ ജിയോ, താങ്ക് യു സോ മച്ച്. പ്രാർത്ഥനയ്ക്ക് മുന്നില് സമാപന പ്രാർത്ഥന സൈമൺ സാർ ചെയ്യുന്നതാണ്. അതിന് മുന്നിൽ ഒരു കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മളുടെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ആക്ടിവിറ്റികൾ കാണുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടാണ് നമ്മളത് കാണുമ്പോൾ. ഒത്തിരിയധികം ഇത് മോട്ടിവേഷൻ വന്നിട്ട് അങ്ങോട്ട് തരുന്നത് മാത്രമല്ല, തിരിച്ച് നിങ്ങൾ ഓരോ വീഡിയോകൾ ഇടുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ആനിമേറ്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ബാക്കി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നത് വളരെയധികം സന്തോഷം. ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഇതുവരേക്കും അത് സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ ദയവ് ചെയ്ത് അത് ഇടണം. കാരണം അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾക്ക് അവർണ്ണനീയമാണ്. അപ്പൊ അത് ഒരു മോട്ടിവേഷൻ അങ്ങോട്ട് ചെയ്യുമ്പോഴും അതേപോലെ തിരിച്ചും ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ മോട്ടിവേഷൻ തരണം. അത് നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റുകൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക. അപ്പം സമാപന പ്രാർത്ഥനയ്ക്കായി സൈമൺ സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹപിതാവേ, ഞങ്ങളുടെ ഈ പ്രസംഗ നേതൃത്വ പരിശീലന പരിപാടിയെ അങ്ങോട്ട് സമർപ്പിക്കുന്നു. ഈ സന്ധ്യാവേളയിൽ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് അങ്ങനെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിനായിട്ട് പ്രസംഗ പഠനത്തിനായിരിക്കുമ്പോൾ എല്ലാമായി ഞങ്ങൾക്ക് ഈ പ്രസംഗ പരിശീലനം തരുന്ന ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനെയും മറ്റു വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഇതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ജെയ്സൺ സാറിനെയും ജോബൻ സാറിനെയും ഇന്ന് ഒരു അനുബന്ധ പ്രഭാഷണം നടത്തിയ ബിജു സാറ്, അതുപോലെ നന്ദി അർപ്പിച്ച സാറ്, മറ്റേ ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ വ്യക്തികളും അങ്ങയുടെ സദ്വാർത്ത അവർ ഉൾപ്പെട്ട സമൂഹത്തിന് പ്രഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ള വലിയ ആഗ്രഹവുമായിട്ട് കടന്നു വന്നിരിക്കുകയാണല്ലോ. സ്നേഹിതാവേ, ഞങ്ങളുടെ ഉദ്യമങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തികളും ചെയ്യുന്ന അവരുടെ ജോലി മേഖലകളെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മ ഇതിലും അധികമായിട്ട് വളർന്നുകൊണ്ട് പ്രത്യേകിച്ച് നല്ലൊരു കൂട്ടായ്മ അനുഭവത്തോടെ ഇരിക്കാനും, അതുകൂടി ഞങ്ങള് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്ന വാക്കുകളും കോർഡിനേറ്റർമാർ പറയുന്ന വാക്കുകളൊക്കെ അനുസരിച്ചുകൊണ്ട് തന്നെ നല്ലൊരു പ്രസംഗ പരിശീലന ഗ്രൂപ്പായിട്ട് മാറാൻ വേണ്ടി സഹായിക്കണമേ. സ്നേഹിതാവേ, ഞങ്ങളുടെ എല്ലാ പാർട്ടിയായിട്ടുകൊണ്ട് അടുത്തൊരാഴ്ച കാലം ഞങ്ങൾ ഇന്ന് കേട്ട ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വിജയച്ചൻ പറഞ്ഞ വാക്കുകളൊക്കെ അത് മനസ്സിലായിക്കൊണ്ട് അതിനെയൊക്കെ പരിശീലിച്ചുകൊണ്ട് അച്ഛൻ നൽകിയ അസൈൻമെന്റ് നല്ലതായിട്ട് പൂർത്തിയാക്കിക്കൊണ്ട് നല്ലതായി ചെയ്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും സജീവമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങോട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവരും ദൈവീയ ഗ്രൂപ്പുകളിൽ കൂടാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് സമാപനാശീർവാദം. കർത്താവ് നിങ്ങളോടുകൂടെ.
അങ്ങേ ആത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരൻ, മൂന്നാം ഗ്രൂപ്പിലുള്ള സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കൊന്ന് മൂന്നാം ഗ്രൂപ്പിലേക്ക് ചേരാം. നമുക്കൊന്ന് നിക്കിറ്റ